എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2022 ഒമാൻ സൈനി സംവിധാനം ചെയ്ത പേർഷ്യൻ ചിത്രമാണ് വേൾഡ് വാർ 3. ഇറാനിലാണ് ഈ കഥ നടക്കുന്നത്. വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമുള്ള ഈ സിനിമ ഒരു ത്രില്ലർ ഡ്രാമ മൂവിയാണ്. ഇയാളാണ് നമ്മുടെ കഥയിലെ നായകൻ. പേര് ഷാക്കിബ്. കൂലിപ്പണിയാണ് ജോലി. ഭാര്യയും മക്കളും ഒരു ഭൂകമ്പത്തിൽ മരിച്ചുപോയി. ഇപ്പോൾ കൂട്ടിനാരുമില്ല, വീടുമില്ല. അയാൾ ഇപ്പോൾ ഈ ഇരിക്കുന്നത് ഒരു വേശ്യാലയത്തിലാണ്. അവിടുത്തെ ഒരു പെൺകുട്ടിയുമായി അയാൾ അടുപ്പത്തിലാണ്. ബദിരയും മൂകയുമായ അവളെ കാണാൻ അയാൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. വളരെ രഹസ്യമായി നടത്തുന്ന ഒരു വേശ്യാലയമാണത്. കൂലിപ്പണി കഴിഞ്ഞ് വരുന്ന സമയങ്ങളിൽ ഈ കടയിൽ അയാൾ സഹായിക്കാൻ കയറാറുണ്ട്. അതുകൊണ്ട് ഇവിടെയാണ് അയാളുടെ ഉറക്കവും. നീ ഇനി ആ സ്ഥലത്തോട്ട് പോരുന്നും കണ്ടവർക്കൊപ്പം കിടക്കരുതെന്നും കടയുടമ പറയുന്നുണ്ട്. എന്നാൽ താൻ ഒരു പെണ്ണിൻ്റെ കൂടെ മാത്രമേ കിടക്കാറുള്ളെന്ന് ഷാഹിദ് പറയുന്നു. 1 ആയാലും 10 ആയാലും കണക്കാണെന്നും ഇതൊരു ചെറിയ ടൗണാണ്, ആരെങ്കിലും കണ്ടുപിടിച്ചാൽ അവരാ സ്ഥലത്തിന് തീയിടുമെന്നും കടയുടമ പറയുന്നു. ഇതാണ് അവിടുത്തെ പതിവ്. പണിക്കാരൊക്കെ രാവിലെ കാത്തു നിൽക്കും. പണിക്കാരെ ആവശ്യമുള്ളവർ കൂലി പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ ഒരു ട്രക്ക് വരുന്നു. എന്നാൽ അവർക്ക് 10 പണിക്കാരെ മാത്രമേ ആവശ്യമുള്ളൂ. ഷാഹിദിന് അതിനകത്ത് കയറാൻ പറ്റിയില്ല. കുറച്ച് സമയം കഴിഞ്ഞ് അടുത്ത വണ്ടി വരുന്നു. ശമ്പളം 500 ഉള്ളെന്ന് വണ്ടിയിലുള്ള ആൾ ഉറക്കം വിളിച്ച് പറയുന്നുണ്ട്. അവിടെ നിന്ന് കുറേ പേർ ആ വണ്ടിയിലേക്ക് കയറി. പണിസ്ഥലത്ത് ചെന്നിറങ്ങി അവരവരുടെ ജോലികളിലേക്ക് കടക്കുന്നു. കുറേ സാധനങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറക്കാനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വയ്ക്കാനും അവരേക്കുള്ള പണികളായിരുന്നു. അങ്ങനെ അന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ശമ്പളമൊക്കെ വാങ്ങി പോകാൻ നേരം ഷാഹിബിനോട് പേരെന്താണെന്ന് ചോദിക്കുന്നു. എന്നിട്ട് നാളെ പണിയുണ്ടെന്നും നാളെ 6 മണിക്ക് വരണമെന്നും ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ കൂലിയും വാങ്ങി മറ്റൊരു വണ്ടിയിൽ തിരിച്ചു പോവുകയായിരുന്നു. അപ്പോഴേക്കും നല്ല മഴ പെയ്തു തുടങ്ങിയിരുന്നു. ഷാഹിബ് അങ്ങനെ തിരിച്ച് അവൻ താമസിക്കുന്ന ആ കടയുടെ റൂമിലെത്തുകയാണ്. നാളെ രാവിലെ നേരത്തെ പോകാനുള്ളതാണ്. എന്നാൽ പിറ്റേന്നായപ്പോഴത്തേക്കും പണിയുടെ കാഠിന്യം കൂടിക്കൂടി വന്നു. നല്ല അധ്വാനം വേണ്ടുന്ന പണികളായി. അവരെല്ലാം വളരെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ 2ാമത്തെ ദിവസത്തെ പണിയും കഴിഞ്ഞു. കൂലി വാങ്ങിയതിന് ശേഷം ഷാഹിബ് നാളെ വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് അയാൾ ചോദിക്കുന്നു. താനൊരു കടയിലാണ് കിടക്കുന്നതെന്നും തനിക്ക് കുടുംബം ആരും ഇല്ലെന്നും ഭാര്യയും മക്കളും ഭൂകമ്പത്തിൽ മരിച്ചു പോയെന്ന് അയാൾ പറയുന്നു. അപ്പോൾ അയാൾ ഹസൻ എന്ന് പറയുന്ന ഒരാളെ വിളിച്ചിട്ട് ഇയാളെ ഇവിടെ താമസിപ്പിക്കാൻ പറയുന്നു. പകൽ അടുക്കള ജോലിയും രാത്രി ഇവിടെ കാവലും നിൽക്കട്ടെ എന്ന് പറയുന്നു. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഷാഹിബിനെ തേടി സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരും ഇങ്ങോട്ട് വരാൻ പാടില്ല. ഹസൻ പറയുമ്പോഴാണ് ഷാഹിബ് ഒരു കാര്യം പറയുന്നത്. ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നത് ഒരു സിനിമയുടെ സെറ്റിലാണ്. അവർ അവിടെ 3-ാം ലോക മഹായുദ്ധകാലത്തെ ഒരു സിനിമ ചിത്രീകരിക്കുകയാണ്. ഇപ്പോൾ തൻ്റെ അടുത്ത് സംസാരിച്ച ആളാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. ഷാഹിബിനെ അയാൾ ഇരുട്ട് നിറഞ്ഞ ഒരു റൂമിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നു. ഇവിടെയാണ് നിൽക്കേണ്ടത്. എന്നാൽ ഇവിടെ ഒറ്റയ്ക്ക് തനിക്ക് ബുദ്ധിമുട്ടാണെന്നും ഹസൻ്റെ കൂടെ കിടക്കാമെന്നും പറയുന്നു. അപ്പോഴാണ് അയാൾ പറയുന്നത്, പ്രൊഡ്യൂസർ പറഞ്ഞത് കേട്ടില്ലേ, ഈ ചേംബറിൽ കാവൽ നിൽക്കുകയാണ് തൻ്റെ ഡ്യൂട്ടി എന്നുള്ളത്. പിറ്റേന്ന് പകൽ അവരെല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷൂട്ടിംഗ് സെറ്റിന് ഒരാൾ ഓടി വന്നിട്ട് നിങ്ങളുടെ എല്ലാം സഹായം വേണോ, എല്ലാവരും ഈ ഉടുപ്പ് അണിഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് വരാൻ പറയുന്നു. ജയിൽ തടവുകാരുടെ വേഷമാണ് അവർക്കെല്ലാം കൊടുത്തത്. അവരതെല്ലാം ഇട്ടുകൊണ്ട് അവർ പറയുന്ന പോലൊക്കെ ചെയ്തു. അവരെല്ലാം ഉൾപ്പെടുത്തി അവിടെ ഷൂട്ടിംഗ് ചെയ്യുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അവരെല്ലാം പേടിച്ചിരുന്നു. കുറേ പട്ടാളക്കാർ വന്ന് അവരുടെ വേഷമെല്ലാം അഴിപ്പിച്ചിട്ട് അവരെ വലിയ ഷവറിനെ താഴെ നിർത്തി കുളിപ്പിക്കുന്നു. എന്നിട്ട് ഇരുട്ട് മുറിഞ്ഞ ഒരു ചേംബറിലേക്ക് അവരെ എല്ലാം കടത്തിയിട്ട് മുകളിൽ നിന്ന് എന്തോ പൊടി വിതറുന്നു. സംഭവം ഷൂട്ടിംഗ് ആയിരുന്നെങ്കിലും അവരെല്ലാം വളരെയധികം ബുദ്ധിമുട്ടി. വീണ്ടും അവരെ വസ്ത്രങ്ങൾ ഇടിയിപ്പിച്ച് അടുത്ത ഭാഗം ഷൂട്ട് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നു. സിനിമാക്കാർ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഹിറ്റ്ലറിൻ്റെ വേഷമണിഞ്ഞ ഒരാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുന്നത്. എന്നാൽ നടന്നു വന്ന അയാൾ പെട്ടെന്ന് നെഞ്ചത്ത് കൈവച്ച് മറിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത്. അയാളെ എല്ലാവരും ഇവിടെ ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഷാഹിബിന് ലതാനുമായി ഇപ്പോഴും ബന്ധമുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ഫോണിലൂടെ അവളെ അറിയിക്കുന്നുണ്ടായിരുന്നു. സിനിമാ പ്രവർത്തകരെല്ലാം ഹിറ്റ്ലറിന് വയ്യാതായതിൽ ആകെ ടെൻഷനിലാണ്. അതിനിടയിൽ ഷാഹിബ് പ്രൊഡ്യൂസറിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് വേറെ എവിടെയെങ്കിലും മാറിക്കിടക്കാൻ അവസരം തരണമെന്ന്, അവിടെ രാത്രി ചോർന്നൊലിക്കുകയാണെന്ന്, ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ ക്രൂവിലുള്ള ഒരാൾ ഓടി വന്നിട്ട് പറയുകയാണ്, സംവിധായകൻ ഇയാളെ ഓഡീഷൻ ചെയ്യണമെന്ന് പറയുന്നു. അതിന് ഓഡീഷൻ ചെയ്യാൻ ഇയാൾ നടനല്ല, ഇവിടുത്തെ പണിക്കാരനാണെന്ന് പ്രൊഡ്യൂസർ പറയുന്നു. ഷാഹിബിനെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അയാൾ കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ അവിടെയുള്ള പണിക്കാരെ എല്ലാം അവർ നിരത്തി നിർത്തുന്നു. അതിൽ നിന്ന് ഷാഹിബിനെ മാത്രം അവർ മുന്നോട്ട് വിളിക്കുന്നു. ഷാഹിബിൻ്റെ മുഖം മാച്ചായി തോന്നുന്നുണ്ടെന്ന് അവർ പറയുന്നു.
അങ്ങനെ ഒരു മേക്കപ്പ് ടെസ്റ്റ് നടത്തി നോക്കാൻ സംവിധായകൻ പറയുന്നു. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു വിട്ടിട്ട് ഷാഹിബിനെയും കൂട്ടി സഹസംവിധായക നടക്കുന്നു. അപ്പോഴാണ് അവൾ പറയുന്നത് ഹിറ്റ്ലറായിട്ട് ഷാഹിബിനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന്. എന്നാൽ ഉടൻ തന്നെ ഷാഹിബ് പറയും എനിക്ക് പറ്റില്ല, മറ്റാരെങ്കിലും നോക്കാൻ പറയുന്നു. എന്നാൽ സംവിധായകൻ നിങ്ങളെയാണ് പറഞ്ഞത്, ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞ് അവൾ കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ഷാഹിബിനെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഹിറ്റ്ലറിനെ പോലെ ആക്കിയെടുക്കുന്നു. ആ കോസ്റ്റ്യൂമൊക്കെ അവന് വളരെ ഫിറ്റായിരുന്നു. അങ്ങനെ അവർക്കെല്ലാം ഷാഹിബിൻ്റെ രൂപം ഇഷ്ടപ്പെടുന്നു. രാത്രി വീഡിയോ കോൾ ചെയ്യുമ്പോൾ ലതാൻ ഷാഹിബിൻ്റെ രൂപം കണ്ട് കളിയാക്കുന്നുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയാണ് അയാൾ മറുപടി പറഞ്ഞു. ഇന്നു മുതൽ ഹസൻ്റെ കൂടെ കിടക്കാനാണ് പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി ഹസൻ്റെ റൂമിലെത്തി. എന്നാൽ ഷാഹിബ് സിനിമയിൽ അഭിനയിക്കുന്നതൊന്നും ഹസൻ ഇങ്ങോട്ട് ഇഷ്ടമായില്ല. പ്രൊഡ്യൂസറിന് ഷാഹിബിനെ ഇഷ്ടമായില്ലെന്നും സംവിധായകൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അയാൾ സമ്മതിച്ചെന്നും അവർ തമ്മിൽ വഴക്കുണ്ടായെന്നൊക്കെ ഹസൻ പറഞ്ഞു. നമുക്ക് പണം തരുന്നത് പ്രൊഡ്യൂസറാണ്, അയാൾ പറയുന്ന പോലെ ചെയ്യണം. മാത്രമല്ല നിൻ്റെ മുഖത്തെ മീശ നോക്ക്, കണ്ടിട്ട് ചിരി വരുന്നു എന്നൊക്കെ അവൻ കളിയാക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ചെയ്യും, നാളെ തന്നെ പോയിട്ട് ഗ്യാസ് ചേമ്പറിലെ പണി തന്നെ മതിയെന്ന് പറ. ഇതെല്ലാം കേട്ട് ഷാഹിബ് രാത്രിയായപ്പോൾ അവൻ്റെ മീശ അങ്ങ് വടിച്ചു കളയുന്നു. പിറ്റേന്ന് സെറ്റിലെത്തിയപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത്. പ്രൊഡ്യൂസർ അവനെ നന്നായി വഴക്ക് പറയുന്നുണ്ട്. ഇനി മേലാൽ ഞങ്ങളറിയാതെ നിൻ്റെ രൂപമാറ്റം വരുത്തരുതെന്ന് അവൻ താക്കീത് കൊടുക്കുന്നു. മാത്രമല്ല അവനെ കൊണ്ട് ഒരു എഗ്രിമെൻ്റ് ഒപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അവർ പറയുന്നത് വരെ ഇവിടുന്ന് പോയില്ലെന്നും രൂപമാറ്റമൊന്നും വരുത്തത്തില്ലെന്നും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല സാറിന് ഞാൻ അഭിനയിക്കുന്നത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനങ്ങനെ ചെയ്തതെന്ന് ഷാഹിബ് പറയുന്നുണ്ട്. അപ്പോൾ ആരാണത് പറഞ്ഞതെന്ന് പ്രൊഡ്യൂസർ ചോദിക്കുമ്പോൾ ഹസൻ്റെ പേരവൻ പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, ഇനി മുതൽ നിങ്ങൾ ആ ഹിറ്റ്ലറിൻ്റെ റൂമിൽ താമസിച്ചാൽ മതി, ഹസൻ്റെ കൂടെ താമസിക്കേണ്ടതെന്ന് പ്രൊഡ്യൂസർ പറയുന്നു. അങ്ങനെ ഷാഹിബിനെ ഒരു വെപ്പ് മീശയൊക്കെ വെച്ച് അവർ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്ന ഹിറ്റ്ലർ ബന്ദിയാക്കപ്പെട്ട പട്ടാളക്കാരുടെ മുഖത്തടിക്കുന്നതാണ് സീന്. എന്നാൽ 10 ടേക്കോളം എടുത്തിട്ടും അത് ഷാഹിബ് ശരിയാക്കി ചെയ്യുന്നില്ല. അയാളുടെ മുഖത്ത് വളരെ പതുക്കെയാണ് അയാൾ അടിക്കുന്നത്. അങ്ങനെ സിനിമയുടെ സംവിധായകൻ ഷാഹിബിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാര്യം പറയുന്നു. നീ ഒന്ന് കണ്ണടച്ചേ, ഒന്ന് ആലോചിച്ച് നോക്കൂ, നിനക്കൊരു ഭാര്യയും കുഞ്ഞുമുണ്ട്. വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെയാണ് നീ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരിക്കൽ നീ വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് ഈ പട്ടാളക്കാർ നിൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൊന്നിട്ടേക്കുകയാണ്. അവരെ നീ ഇങ്ങനെയാണോ തല്ലുക? അത് കേട്ട് ദേഷ്യത്തോടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹിറ്റ്ലർ തൻ്റെ തോക്കെടുത്ത് അവരെ വെടിവെക്കുന്നു. തനിക്കിവിടെ താമസിക്കാൻ നല്ല സൗകര്യമുള്ള സ്ഥലം തന്നെന്നും ഇപ്പോൾ വളരെ സുഖമായിരിക്കുന്നെന്നും അവൻ ലതാനെ അറിയിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരിക്കൽ ഷൂട്ടിങ്ങിനിടയ്ക്ക് പെട്ടെന്ന് ലതാൻ്റെ കോൾ വരുന്നു. അവൾ ഫോണിലൂടെ കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ നീ എവിടെയാണെന്ന് തിരക്കിയ ഷാഹിബ് പ്രൊഡ്യൂസറിനോട് പുറത്തു പോകണമെന്നും പറഞ്ഞ് അവൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ അവൾ പറയുന്നത് അവർ എനിക്ക് മയക്കുമരുന്ന് തരാൻ ശ്രമിച്ചുവെന്ന്. അതാവുമ്പോൾ ക്ഷീണമറിയാതെ എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കാമല്ലോ. അവൾക്കിനി അങ്ങോട്ട് തിരിച്ചു പോകാൻ താല്പര്യമില്ലെന്ന് പറയുന്നു. പിന്നെ നീ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ഷാഹിബ് അവനോട് ചോദിക്കുന്നു. കുറച്ച് ദിവസം നിൻ്റെ കൂടെ അവിടെ താമസിക്കാൻ പറ്റുമെന്ന് അവൾ ചോദിക്കുന്നു. എന്നാൽ അവിടെ പറ്റില്ലെന്നും അവിടെ എപ്പോഴും നിറച്ച് ആൾക്കാരുണ്ടെന്നും അവൻ പറയുന്നു. ഒരു 2-3 ദിവസത്തേക്ക് മതി, കുറച്ച് ദിവസം തിരയുമ്പോൾ അവരെന്നെ വിട്ടേക്കുമെന്ന് അവൾ പറയുന്നു. തനിക്ക് വേറെ ആരുമില്ലെന്നും പോകാൻ മറ്റൊരു ഇടമില്ലെന്നും അവൾ പറയുന്നു. അങ്ങനെ അവളെയും കൊണ്ട് അവൻ താമസിക്കുന്ന ഷൂട്ടിംഗ് സൈറ്റിലേക്ക് പോവുകയാണ്. പകൽ അവളെ അവിടെ ഒരിടത്ത് ഒളിപ്പിച്ചിട്ട് രാത്രിയാകുമ്പോൾ ഞാൻ വിളിക്കാം, അപ്പോൾ വന്നാൽ മതി എന്ന് പറയുന്നു. രാത്രിയായപ്പോഴേക്കും അവളെ ഹിറ്റ്ലറുടെ വീടിനകത്ത് കയറ്റി. ഇത് എന്ത് വലിയ വീടാണെന്ന് അവൾ പറയുമ്പോൾ ഇത് വീടല്ല, ഇത് സിനിമ സെറ്റാണെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോഴാണ് വാതിലിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേൾക്കും. അവനെ അവൾ അവിടെ ഒരിടത്ത് ഒളിപ്പിച്ചിട്ട് പോയി വാതിൽ തുറക്കുന്നു. ഹസനാണ് വന്നിരിക്കുന്നത്. അവനവിടെ തണുപ്പ് സഹിക്കാൻ വയ്യാതെ വന്നതാണ്. അങ്ങനെ ഹാളിൽ കിടക്കാമെന്ന് പറഞ്ഞ ഹസനോട് അകത്ത് സോഫയുണ്ട്, അവിടെ പോയി കിടന്നോളൂ, ഞാനിവിടെ കിടന്നോളാം എന്ന് ഷാഹിബ് പറയുന്നുണ്ട്. അവൻ ഉറങ്ങിയതിന് ശേഷം അവൻ അവളെ കണ്ടിട്ട് പറഞ്ഞു, ഹസൻ ഇന്ന് ഇവിടെ കാണും, ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. പിറ്റേന്ന് രാവിലെ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നുണ്ട്. അവന് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് അവൾക്കായി മാറ്റിവെച്ച് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആർത്തിയോടെ അവൾ ആ ഭക്ഷണം കഴിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒളിച്ച് താമസിക്കുന്ന ആപത്താണെന്ന് അവൻ പറയുന്നു. നിന്നെ എങ്ങനെയായാലും ആൾക്കാർ കണ്ടെത്തുമെന്നും അവൻ പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു, നിങ്ങളുടെ ഭാര്യയാണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അത് പറ്റില്ല, എനിക്ക് കുടുംബമൊന്നും ഇല്ലെന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അവൻ പറയുന്നു. ഞാൻ പുതിയതായി കല്യാണം കഴിച്ചാണെന്ന് പറയാൻ അവൾ പറഞ്ഞു. അതും പറ്റില്ല, എന്നെ കാണാൻ ഇവിടെ ആരും വരാൻ പാടില്ലെന്ന് എഗ്രിമെൻ്റ് ഉണ്ടെന്ന് അവൻ പറയുന്നു. അപ്പോൾ ആരോ അവിടെ വന്ന് വാതിൽ മുട്ടുന്നുണ്ടായിരുന്നു. അവർ പേടിച്ച് വാതിൽ തുറക്കുന്നു. ഷാഹിബിനെ കാണാൻ 2 പേർ വന്നിട്ടുണ്ടെന്നും പുറത്തേക്ക് വരാനും വന്നയാൾ ആവശ്യപ്പെടുന്നു. അവനെ കാണാൻ വന്നത് മറ്റാരുമല്ല, ആ വേശ്യാലയം നടത്തുന്ന ഫർഷിദും റഹീമുമാണ്. നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിക്കാമെന്ന് അവൻ പറയുന്നു. ഇതെൻ്റെ ജോലി സ്ഥലമാണ്.
അത് സാരമില്ല, ഞാൻ നിൻ്റെ സുഹൃത്താണെന്ന് പറഞ്ഞാണ് കാണാൻ വന്നതെന്ന് അയാൾ പറയുന്നു. ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. നീ ലതാനെ അവസാനമായി കണ്ടത് എന്നാണെന്ന് അവർ ചോദിക്കുന്നു. അവൻ പറഞ്ഞു 3 ദിവസമായെന്ന്. നേരിട്ടാണോ ഫോണിലൂടെയാണോ കണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു വീഡിയോ കോളിലൂടെയാണെന്ന് പറഞ്ഞു. അതിന് നീ അവളുടെ ഭാഷ നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു. അറിയാം, തൻ്റെ ഉമ്മ ബദരയും മൂകയുമായിരുന്നു, അതുകൊണ്ട് തനിക്ക് അന്യഭാഷ അറിയാമെന്ന് അവൻ പറഞ്ഞു. ശരി, ഞങ്ങളിപ്പോൾ പോകുന്നു. ഇനി അവൾ വിളിക്കുകയാണെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ പറയണമെന്ന് പറയുന്നു. പേടിച്ച് തിരിച്ച് റൂമിലേക്ക് വരുന്ന അവൻ അകത്ത് കയറിയിട്ട് ആ ഫ്ലോറിലുള്ള 2-3 പലക ഇളക്കി ആ വീടിനടിയിലെ ഒരു സ്ഥലത്ത് അവളെ ഒളിപ്പിക്കുന്നു. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഇന്ന് രാത്രി തന്നെ നമുക്ക് പോകണം. ഫർഷിദ് ഈ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു, അവർ പിന്നെയും തിരിച്ചു വരും. എന്നാൽ ഞാനിവിടെ ഒളിച്ചോളാം എന്ന് അവൾ പറയുമ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല, അവർ തിരിച്ചു വന്നാൽ എന്തായാലും നിന്നെ കണ്ടുപിടിക്കുമെന്നവൻ പറയുന്നു. അങ്ങനെ രാത്രി അവർ ബസ് സ്റ്റാൻഡിലേക്ക് പുറപ്പെടുന്നു. അവിടെ എത്തി ടെഹ്റാനിലേക്ക് ഒരു ടിക്കറ്റ് എടുക്കുന്നു. അവൾ വളരെ നിരാശയോടെ അത് വാങ്ങി ബസ്സിലേക്ക് കയറുന്നു. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് അവർ ഒരുമിച്ച് തിരിച്ചു വരുന്നതാണ്. അവളെ പിരിയാൻ എന്തോ അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ തിരിച്ചു വന്ന് ആ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ പുറകെ ഹർഷിദും റഹീമും ഇവിടെ ഉണ്ടായിരുന്നു. ഇവൾക്കിവിടെ എന്താ കാര്യമെന്ന് ചോദിച്ച് അവർ അവനെ തല്ലുന്നുണ്ട്. നീയാണോ അവളെ രക്ഷപ്പെടുത്താൻ സഹായിച്ചത്? അല്ല, അവൾ പേടിച്ച് ഇവിടെ വന്നതാണെന്ന് അവൻ പറയുന്നു. എന്തിനാ പേടിക്കുന്നത്? ഞാനാണ് അവളെ വളർത്തിയതെന്ന് അവൻ പറയുന്നു. നിങ്ങൾ അവൾക്ക് മയക്കുമരുന്ന് കൊടുക്കാൻ ശ്രമിച്ചു എന്ന് അവൾ പറഞ്ഞു. അത് കേട്ടയുടൻ അവർ അവളെ തല്ലാൻ പോയി. ആരാണ് നിനക്ക് മയക്കുമരുന്ന് തരാൻ ശ്രമിച്ചതെന്ന് ചോദിച്ച് അവളെയും അടിക്കുന്നു. അങ്ങനെ അവളെ അവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഷാഹിബ് അവരെ തടയുന്നു. ശരി, ഒരു കാര്യം ചെയ്യ്, അവളെ ഞങ്ങൾക്ക് വേണ്ട. അവരെ 3 ലക്ഷം രൂപ തരാൻ അവർ ആവശ്യപ്പെട്ടു. അത്രയൊന്നും തരാൻ തൻ്റെ കയ്യിൽ ഇല്ലെന്ന് അവൻ പറയുന്നു. എങ്കിൽ ശരി, 2.5, അതും പോട്ടെ, 2 ലക്ഷം രൂപ തന്നാൽ മതി എന്ന് അവർ പറയുന്നു. പൈസ തന്നാൽ അവളെ വിട്ടേക്കുമെന്ന് അവൻ ചോദിക്കുന്നു. ഉറപ്പായും വിടാമെന്ന് അവർ സമ്മതിക്കുന്നു. പക്ഷേ നാളെ തന്നെ തരണം. 1 ദിവസം കൊണ്ട് എങ്ങനെ ഒപ്പിക്കാനാണെന്ന് അവൻ ചോദിക്കുമ്പോൾ അതൊന്നും അറിയണ്ട, നാളെ പൈസ കിട്ടണം എന്നവർ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അങ്ങനെ അവർ വിഷമിച്ചിരിക്കുമ്പോൾ അവൾ അവിടെ വന്നിട്ട് എന്നെ വിട്ടേക്കൂ, ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് അവൾ പറയുന്നു. എന്നാൽ പൈസ ഉണ്ടാക്കാൻ താൻ ശ്രമിക്കാമെന്ന് അവൻ പറയുന്നു. അതിന് കഴിഞ്ഞില്ലെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് അവൻ പറയുന്നു. പിറ്റേന്ന് ഷൂട്ടിനിടയിൽ സഹസംവിധായകയോട് അവൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഷൂട്ടിംഗ് എപ്പോഴാണ് കഴിയുന്നത്? അപ്പോൾ അവർ പറയും, ഒരു 3 മാസമെങ്കിലും എടുക്കും. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് വയ്യ, എനിക്ക് പോകണമെന്ന് പറയുന്നു. എന്നാൽ പകുതിക്ക് വെച്ച് പോകാൻ പറ്റില്ലെന്നും തീർത്തിട്ടേ പോകാൻ കഴിയുമെന്നും അവർ പറയുന്നു. തൻ്റെ ഉമ്മായിക്ക് ഓപ്പറേഷൻ ആണെന്നും നാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണെന്നും അയാൾ പറയുന്നു. അതിനായി തനിക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് പോയേ പറ്റൂ എന്ന് അയാൾ പറയുന്നു. പ്രൊഡ്യൂസറിനോട് സംസാരിക്കാൻ അവൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ അയാൾ പ്രൊഡ്യൂസറിനെ കണ്ട് സംസാരിക്കുന്നു. എന്നാൽ ഇത്രയും പണം തരാൻ പറ്റില്ലെന്നും ഇവിടെ ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിൽ പോലും പണം തികയുന്നില്ലെന്നും അയാൾ പറയുന്നു. അവസാനം പ്രൊഡ്യൂസർ ഒരു 20,000 രൂപയുടെ ചെക്ക് എഴുതി ഷാഹിബിന് കൊടുക്കുന്നു. എന്നാൽ ഇത് പോരെന്നും ഓപ്പറേഷൻ്റെ കാര്യമാണെന്നും കുറച്ചുകൂടി എന്തെങ്കിലും വേണമെന്ന് അയാൾ പറയുന്നു. മറ്റു വഴിയൊന്നുമില്ലാതെ പ്രൊഡ്യൂസർ 40,000 രൂപ കൊടുക്കുന്നു. വീട് പണയം വെച്ചിട്ടാണ് താൻ ഈ സിനിമ പിടിക്കുന്നതെന്നും തന്നെ ചതിക്കരുതെന്നും അയാൾ പറയുന്നു. അങ്ങനെ കിട്ടിയ പണവുമായി അയാൾ ലതാൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. തൽക്കാലം ഇത് അവർക്ക് കൊടുക്കാമെന്നും കുറച്ച് അവധി ചോദിക്കാമെന്നും അയാൾ പറയുന്നു. അതിനുശേഷം അവൻ്റെ ജോലി ചെയ്ത ശമ്പളം കിട്ടുമ്പോൾ നമുക്കിവിടുന്ന് രക്ഷപ്പെടാമെന്ന്. പിറ്റേന്ന് ഷൂട്ട് നടക്കുന്നത് ഹിറ്റ്ലറിൻ്റെ വീട്ടിൽ വെച്ചാണ്. അവൾ അടിയിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. രാത്രി എല്ലാവരും പോയി കഴിയുമ്പോൾ അവൾക്ക് കുളിക്കാൻ വേണ്ടി അവൻ ചേംബറിനുള്ളിലെ ഷവർ റെഡിയാക്കി കൊടുക്കുന്നു. അവൾ അവൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണവള ഊരി കൊടുത്തിട്ട് പറയുന്നു, ഇത് വിറ്റിട്ട് കുറച്ച് പൈസ മേടിക്കൂ, അത് തൽക്കാലം അവിടെ ഇരിക്കട്ടെ, മറ്റെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാമെന്ന് അവൻ പറയുന്നു. ഞാൻ നിങ്ങളോടൊരു നുണ പറഞ്ഞു, അവർ എനിക്ക് മയക്കുമരുന്ന് തന്നുവെന്ന് കള്ളം പറഞ്ഞതാണ്. എനിക്ക് നിങ്ങളുടെ കൂടെ കഴിയണമെന്നാണ് ആഗ്രഹം, അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഒരിക്കൽ താൻ ഗർഭിണി ആയിട്ടുണ്ടെന്നും അവൾ അവനോട് പറയുന്നു. തനിക്ക് ഒരു മകനുണ്ടായിരുന്നെന്നും ഭാര്യയുടെയും മകൻ്റെയും കല്ലറയുടെ അടുത്ത് പോലും എത്താൻ വീട്ടുകാർ സമ്മതിക്കില്ലെന്നും അയാൾ പറയുന്നു. ഭൂകമ്പ സമയത്ത് അവരെ രണ്ടുപേരും രക്ഷിക്കാതെ താൻ ഓടിപ്പോയെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ആ സമയത്ത് താൻ വീട്ടിൽ പോലും ഇല്ലായിരുന്നെന്നും ആരും തന്നെ വിശ്വസിക്കുന്നില്ലെന്നും അയാൾ പറഞ്ഞു. അങ്ങനെ ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവർ നന്നായി അടുത്തു. അങ്ങനെ പിറ്റേന്ന് പൈസ കൊടുക്കാൻ താൻ പോവുകയാണെന്നും ഉച്ചയ്ക്ക് മുന്നേ വീട്ടിലെത്തിയില്ലെങ്കിൽ പോലീസിനെ അറിയിക്കണമെന്നും അവൻ പറഞ്ഞു. എന്നാൽ അതിൻ്റെയൊന്നും ആവശ്യമില്ല, പൈസ മാത്രമാണ് ആവശ്യമെന്നും അവൾ പറഞ്ഞു. പിറ്റേന്ന് അവൻ ഉമ്മയുടെ ആശുപത്രി കാര്യവും പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുന്നു. അങ്ങനെ പൈസ കൊടുക്കുമ്പോൾ ഇത് 40,000 ഉള്ളെന്നും ബാക്കി ഉടനെ തരണമെന്നും അവൻ പറയുന്നു. ഒരാഴ്ച സമയം തരണമെന്ന് ഷാഹിദ് പറയുന്നു. എന്നാൽ പറ്റില്ലെന്നും 3 ദിവസത്തിനുള്ളിൽ ബാക്കി തുക എത്തിക്കണമെന്നും അവർ പറയുന്നു. അങ്ങനെ തിരിച്ചു പോകുന്ന വഴി അവൾക്ക് കൊടുക്കാനായി കുറച്ച് മധുരപലഹാരങ്ങൾ അയാൾ മേടിക്കുന്നുണ്ട്. അങ്ങനെ ബസ് താമസ സ്ഥലത്ത് എത്താറാകുമ്പോൾ ബസ് കംപ്ലൈൻ്റ് ആകുന്നു. പുറത്തിറങ്ങി ബസ് തള്ളിക്കൊണ്ടിരുന്ന ഷാഹിദ് അപ്പോഴാണ് ആ കാഴ്ച കണ്ട് ഞെട്ടുന്നത്.
അവരുടെ ഷൂട്ടിംഗ് സൈറ്റിൽ നിന്നും പുക ഉയരുന്നതും പെട്ടെന്നൊരു സ്ഫോടനത്തിൻ്റെ ശബ്ദവും കേൾക്കുന്നു. അവനത് കേട്ട് അങ്ങോട്ടേക്ക് പാഞ്ഞോടുകയാണ്. എന്നാൽ അവിടെ എത്തിയ ആ കാഴ്ച കണ്ട് അവൻ തകർന്നുപോയി. അവർ ഒരുമിച്ച് താമസിച്ചിരുന്ന ആ വലിയ വീട് നിന്ന് കത്തി അമരുകയാണ്. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. എന്നാൽ കോൾ പോകുന്നില്ലായിരുന്നു. രാത്രിയായിട്ടും ആ തീ കെടുന്നില്ല. അവളുടെ ഒരു വിവരവുമില്ല. അവൻ ഉറങ്ങാതെ നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് പതിവ് പോലെ അവനെ ഷൂട്ടിങ്ങിനായി അവർ കൊണ്ടുപോയി. എന്നാൽ സങ്കടം സഹിക്കാൻ വയ്യാതെ മേക്കപ്പ് റൂമിൽ വെച്ച് അവൻ അവൻ്റെ കയ്യിലെ ഞരമ്പ് കണ്ടിക്കുന്നു. അവർ അവനെ ഹോസ്പിറ്റലിലാക്കി ശുശ്രൂഷ നൽകുന്നു. പ്രൊഡ്യൂസർ അവനെ വളരെയധികം ശകാരിക്കുന്നു. നിങ്ങളൊരാളെ കൊന്നുവെന്ന് ഷാഹിബ് അവനോട് പറയുന്നു. ഞങ്ങളോ? ആരെ കൊല്ലാൻ? ആ വീട് കത്തിക്കുമ്പോൾ അതിനകത്ത് ഒരാളുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി. അത് കേട്ട് പ്രൊഡ്യൂസർ ഞെട്ടിത്തരിക്കുന്നു. അങ്ങനെ അവർ ആ മഴയത്ത് രാത്രി കത്തിയ അവശിഷ്ടങ്ങൾക്കിടയിൽ അവളെ തപ്പുന്നു. ഇത് നമ്മളെക്കൊണ്ട് പറ്റില്ലെന്നും നാളെ നമുക്ക് JCB വിളിച്ച് തിരയാമെന്നും പ്രൊഡ്യൂസർ പറയുന്നു. എന്നാൽ ഷാഹിബ് അതൊന്നും കേൾക്കുന്നില്ല. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഈ പെൺകുട്ടി ആരാണെന്നും എന്താണെന്നും തിരക്കുന്നുണ്ട്. അതിനും ഉത്തരവില്ല. സംഭവം പോലീസിൽ അറിയിക്കുമെന്ന് ഷാഹിദ് പറയുന്നു. നീ നാളെ രാവിലെ വരെ ഒന്ന് ക്ഷമിക്ക്, നമുക്ക് തപ്പിയിട്ട് ആളെ കിട്ടിയാൽ നമുക്ക് പോലീസിനെ അറിയിക്കാം. ഇല്ലെങ്കിൽ നീ നിൻ്റെ പണി നോക്കിക്കോണം. എനിക്ക് എൻ്റെ സിനിമ നശിപ്പിക്കാൻ പറ്റില്ല എന്ന് പ്രൊഡ്യൂസർ പറയുന്നു. അങ്ങനെ ഷാഹിബിനെ ഒരു ഹോട്ടൽ മുറിയിലാക്കി അവനെ നോക്കാൻ ഒരാളിനെ ഏർപ്പാട് ചെയ്തു. അങ്ങനെ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസറിനോട് അവൻ പറയുന്നുണ്ട്. മറ്റവർക്ക് കൊടുക്കാനുള്ള പൈസ വേണമെങ്കിൽ ഞാൻ ബാക്കി അറേഞ്ച് ചെയ്ത് തരാം, പക്ഷേ ഷൂട്ടിംഗ് ഒരിക്കലും മുടക്കാൻ പാടില്ല. അങ്ങനെ പിറ്റേന്ന് സെറ്റിലേക്ക് അവർ കാറിൽ പുറപ്പെടുന്നു. എന്നാൽ സെറ്റിലെത്തുമ്പോൾ ഷാഹിബ് കാണുന്നത് അവിടെ ഓൾറെഡി JCB ഉപയോഗിച്ച് കുറേ വൃത്തിയാക്കി കഴിഞ്ഞിരുന്നു. അത് കണ്ട് കാറിൽ നിന്ന് ഇറങ്ങി ഓടിയ ഷാഹിബ് പ്രൊഡ്യൂസറിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? നമ്മൾ ഒരുമിച്ച് വന്ന് തരാമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ പ്രൊഡ്യൂസർ പറയുന്നുണ്ട്, അവർ നേരത്തെ പണി തുടങ്ങിയാണ്, അവരെല്ലാം തിരഞ്ഞു, ഇവിടെ ആരെയും കിട്ടിയിട്ടില്ല ഇതുവരെ. ഷാഹിബ് അപ്പോഴേക്കും നിയന്ത്രണം വിട്ട് അക്രമാസക്തനായി കഴിഞ്ഞു. അപ്പോഴേക്കും ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സ് എല്ലാം എത്തിക്കഴിഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവിടെ ഒരു പെൺകുട്ടിയെ ചുട്ടരിച്ചെന്നും നിങ്ങളെല്ലാവരും അവളെ കൊന്നെന്നും ഉറക്കെ വിളിച്ച് പറയുന്നു. അപ്പോഴവർ പറയുന്നുണ്ടായിരുന്നു, ഷൂട്ടിങ്ങിന് മുന്നേ എല്ലാവരെയും വിളിച്ച് അറിയിച്ചാണല്ലോ, എന്നിട്ട് എന്താ അവൾ മിണ്ടാഞ്ഞെന്ന്. അപ്പോഴാണ് അവൻ പറയുന്നത് അവൾ മൂകയും ബദിരയുമാണെന്ന്. ആ ബോഡി എവിടെയെന്ന് അവർ ചോദിക്കുമ്പോൾ ഇതാ ഇവനോട് ചോദിക്കുമെന്നും പറഞ്ഞ് പ്രൊഡ്യൂസറിനെ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ വീണ്ടും അടിയാവുന്നു. ഷാഹിബ് വരുന്നതിന് മുന്നേ തന്നെ തിരച്ചിൽ തുടങ്ങിയതിൽ പലർക്കും അതൃപ്തി ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസർ മനഃപൂർവ്വം തിരച്ചിൽ നേരത്തെ തുടങ്ങിയാണെന്നും അവൻ ആ ബോഡി അവിടെ നിന്നെടുത്ത് മാറ്റിയെന്നും ഷാഹിബ് പറയുന്നു. അപ്പോൾ സഹസംവിധായകൻ പറയുന്നുണ്ട്, ഇവിടെ ഒരു സീനോട് എടുക്കാൻ ബാക്കിയുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പോൾ അത് ക്ലീൻ ചെയ്തതെന്ന്. സംവിധായകൻ പറഞ്ഞിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തതെന്ന് പ്രൊഡ്യൂസർ പറയുന്നു. ഷാഹിബെ, നീ എൻ്റെ സിനിമ നശിപ്പിച്ചു. നീ അന്ന് കത്രിക കൊണ്ട് കൈ മുറിച്ച് അന്ന് തൊട്ട് എൻ്റെ ടീം തകർന്നിരിക്കുകയാണെന്ന് സംവിധായകൻ പറഞ്ഞു. നീ എന്തുകൊണ്ടാണ് അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ വീട് കത്തിക്കുമെന്ന കാര്യം എനിക്ക് അറിയില്ലെന്നായിരുന്നു മറുപടി. എന്നാൽ ഞങ്ങൾ ഗ്യാസ് കുറ്റികൾ മാറ്റുമ്പോൾ ഷാഹിബ് അവിടെ ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു. അവൻ ഈ സീനിനെ പറ്റി അറിയാമായിരുന്നെന്നും ഒരാൾ പറഞ്ഞു. അപ്പോൾ അത് കള്ളമാണെന്നും പറഞ്ഞ് അവനെയും തല്ലാനൊരുങ്ങി. ഷാഹിബ് ആ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നെന്നാണ് എല്ലാവരുടെയും വിചാരം. അപ്പോൾ അവൻ രക്ഷപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് അവളെ രക്ഷപ്പെടുത്തിയില്ല എന്ന് ചോദിച്ച് എല്ലാവരും അവനെ മർദ്ദിക്കുന്നു. അങ്ങനെ അവൻ്റെ സർവ്വ നിയന്ത്രണവും വിട്ട് അവിടെ ഉള്ളവരെല്ലാം അവൻ മർദ്ദിക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടത്തല്ലായി അവിടെ. പലർക്കും നല്ല രീതിയിൽ പരിക്ക് പറ്റി. സഹസംവിധായക ഷാഹിബിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോഴാണ് പ്രൊഡ്യൂസറിൻ്റെ കോൾ അവളുടെ ഫോണിലേക്ക് വന്നത്. ആ പെൺകുട്ടിയെപ്പറ്റി ഒരു കാര്യം അറിഞ്ഞെന്നും പെട്ടെന്ന് തന്നെ ഹോട്ടലിലേക്ക് തിരിച്ചു വരാനും അവനെ അറിയിച്ചു. അവർ തിരിച്ച് ഹോട്ടലിൽ എത്തിച്ചേർന്നു. പ്രൊഡ്യൂസർ ഫർഷിദിൻ്റെ ഫോണിൽ വിളിക്കുന്നു. അപ്പുറത്തു നിന്നും അവൾ ഇവിടെ തിരിച്ചെത്തിയെന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. ഷാഹിബെ, നീ എന്തിനാണ് എന്നെ ശത്രുവായിട്ട് കാണുന്നത്? അവൾ നിന്നെ പറ്റിക്കുകയായിരുന്നു. ആ പെണ്ണ് അവരുടെ കൂടെ വാർന്നതാണ്. അവർ നിങ്ങളെ സംഘം ചേർന്ന് പറ്റിക്കുകയായിരുന്നു. നീ ഈ വലിയ വീട്ടിലാണ് താമസമെന്നും നീ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയെന്നും അറിഞ്ഞതിന് ശേഷമാണല്ലേ അവൾ വന്നത്. ഇത്രയും നാൾ ഓടി വരാതിരുന്നിട്ട് ഇപ്പോൾ തന്നെ വന്നത് എന്തിനാ? അപ്പോൾ ബാക്കി പൈസ ഫർഷിദിൽ കൊടുത്തോന്ന് ഷാഹിദ് ചോദിക്കുന്നു. കൊടുത്തെന്ന് പ്രൊഡ്യൂസർ പറയുന്നു. അവൾ തിരിച്ചു പോയെങ്കിൽ പിന്നെ പൈസ എന്തിനാണ് കൊടുത്തത്? അത് പൈസ കൊടുത്തത് ഞാൻ ഇന്നലെയാണ്, ഈ സംഭവം അറിഞ്ഞത് ഇന്നാണ്. എന്നാൽ ഇതൊന്നും കേട്ടിട്ട് ഷാഹിബിന് വിശ്വാസമാകുന്നില്ല. നീ അവളെ എവിടെയാണ് കുഴിച്ചിട്ടേക്കുന്നതെന്നാണ് വീണ്ടും ചോദിക്കുന്നത്. ഇത് കേട്ടപ്പോഴേക്കും ഷാഹിദിനെ വീണ്ടും കുറേ ചീത്ത പറഞ്ഞുകൊണ്ട് അയാൾ ഇറങ്ങിപ്പോയി. അത് കണ്ട് സംവിധായകൻ അവിടേക്ക് വരുന്നു. ഷാഹിബ്, എനിക്ക് നിൻ്റെ കാര്യത്തിൽ തെറ്റുപറ്റി. ഇങ്ങനെ വേശ്യാലയത്തിൽ കറങ്ങി നടക്കാതെ ഒരു ജീവിതം ഉണ്ടാക്കാൻ നോക്കൂ. അവൻ്റെ സീനുകൾ തീർത്തിട്ട് അവൻ്റെ പാട്ടിന് വിട്ടേക്കാൻ പ്രൊഡ്യൂസറിനോട് പറയുന്നു. എന്നാൽ എനിക്കിനി ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് ഷാഹിദ് പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ജോലി പൂർത്തിയാക്കില്ലെങ്കിൽ പണിയാകുമെന്ന് അവർ പറയുന്നു. അത് പറയാൻ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് നിന്നെ വസ്ത്രം അണിയിച്ചത്, ഞാനാണ് നിന്നെ അഭിനയിപ്പിച്ചത്, ഞാൻ പറയുന്നത് നീ കേൾക്കണമെന്ന് പറയുന്നു. ഇല്ലെങ്കിൽ നീ അഴി എണ്ണേണ്ടി വരുമെന്നും കൂട്ടിച്ചേർത്തു.
ഇത്രയും കേട്ടപ്പോൾ ഇതല്ല ഭീഷണിപ്പെടുത്താൻ പറ്റിയ ഇടമെന്നും ഇയാളെ ആശുപത്രിയിൽ എത്തിക്കണമെന്നും സഹസംവിധായക പറയുന്നു. പ്രൊഡ്യൂസറിനോട് തെറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തുറന്നു പറയാനും അവൾ പറയുന്നു. ഇത് കേട്ട സംവിധായകന് വല്ലാണ്ട് ദേഷ്യം വരുന്നു. നീ എന്തിനാ ഇവിടെ കിടന്ന് ചിലയ്ക്കുന്നത്? എന്ത് തെറ്റ് ചെയ്തെന്നാണ് നീ പറയുന്നത്? ഞാൻ പ്രൊഡ്യൂസറിനോടാണ് ചോദിച്ചത്. അതിന് നിങ്ങൾ എന്തിനാണ് ചൂടാകുന്നത്? അപ്പോൾ നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ടോ എന്നവൾ ചോദിക്കുന്നു. ഇനി നീ എൻ്റെ സിനിമയിൽ ഉണ്ടായില്ലെന്ന് സംവിധായകൻ പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ വഴക്കാവുന്നു. അങ്ങനെ അവിടുന്ന് ഷാകിബ് നേരെ പോകുന്നത് ആ പഴയ വേശ്യാലയത്തിലേക്കാണ്. എന്നാൽ അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അയാൾ മതിൽ ചാടി കടക്കാൻ നോക്കുമ്പോൾ ഒരാൾ വന്ന് തടയുന്നു. അവരെല്ലാം സ്ഥലം കാലിയാക്കിയെന്ന് അയാൾ പറയുന്നു. അപ്പോഴേക്കും റഹീം അവിടെ എത്തുന്നു. റഹീമിനെ കാണുമ്പോൾ ലതാൻ എവിടെയെന്ന് ചോദിക്കുന്നു. വണ്ടിയിൽ കയറി പറയാമെന്നും പറഞ്ഞുകൊണ്ട് അയാളെ കൂട്ടി മറ്റൊരു സ്ഥലത്തെത്തുന്നു. അപ്പോഴാണ് ഫർഷിദ് പറയുന്നത് അവൾ ഇവിടെ എത്തിയിട്ടില്ല എന്ന്. ആ പ്രൊഡ്യൂസറും സംവിധായകനും കൂടി ഇവിടെ വന്ന് അവരെ ഭീഷണിപ്പെടുത്തി പറയിച്ചാണെന്നും പറയുന്നു. അവർ കാരണം തങ്ങൾക്ക് ആ വീട് തന്നെ മാറേണ്ടി വന്നെന്നും അവൻ പറയുന്നു. എന്നാൽ താൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് ഷാഹിദ് അവിടെ നിന്ന് നടക്കുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ നീയുമായുള്ള ഈ കരാർ കൂടി എടുത്തോന്നും പറഞ്ഞ് പ്രൊഡ്യൂസർ പിന്നാലെ തട്ടുന്നു. ഒന്നെങ്കിൽ നീ ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കണം, ഇല്ലെങ്കിൽ നീ എനിക്ക് നഷ്ടപരിഹാരം തരണം. 3.5 കോടി തരാനുണ്ടോ? ഇല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കാം. ഒരാളെ കൊന്നതും പോരാ, നിനക്ക് പണവും വേണം അല്ലേ? ഷാഹിദ് ചോദിക്കുന്നു. ആര് കൊന്നെന്ന് അവൾ അവിടെ ഉണ്ടായിരുന്നതിന് പോലും ഒരു തെളിവുമില്ല. ശരി, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. ആര് പറയുന്നതാണ് അവർ വിശ്വസിക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്കാണല്ലോ അധികാരമുള്ളത്, അപ്പോൾ നിങ്ങൾ പറയുന്നതായിരിക്കും അവർ വിശ്വസിക്കുന്നത്. നീയാണ് കള്ളം പറയുന്നത്. നീ അവിടെ ആരെ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. നീ എന്നോടും കള്ളം പറഞ്ഞു. നിൻ്റെ ഉമ്മാക്ക് അസുഖമാണെന്ന് പറഞ്ഞു. എൻ്റെ വക്കീൽ അത് പരിശോധിച്ചായിരുന്നു. നിൻ്റെ ഉമ്മ 12 വർഷം മുമ്പ് മരിച്ചാണെന്ന് നിങ്ങൾ അറിഞ്ഞു. പിന്നെ വീട് കത്തിക്കുന്ന കാര്യം ആരും നിന്നോട് പറഞ്ഞില്ലെന്നല്ലേ നിൻ്റെ വാദം? ഇത് നോക്ക്, നിനക്കറിയാമെന്ന് പറഞ്ഞ് 63 പേർ ഒപ്പിട്ട പ്രസ്താവനയാണിത്. അവസാനമായിട്ട് ഞാൻ പറയുകയാണ്, ഒന്നുകിൽ ജോലി പൂർത്തിയാക്കുക, അല്ലെങ്കിൽ ജയിലിൽ പോകുക. ഇത്രയും പറഞ്ഞിട്ട് അയാൾ മുന്നോട്ട് നടന്നു നീങ്ങി. ഷാകിബ് ഒരു പ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അവൻ അലഞ്ഞു തിരിഞ്ഞ് അവൻ്റെ പഴയ താമസസ്ഥലത്തെത്തുന്നു. ഷാഹിബിൻ്റെ മുഖത്തെ മുറിവുകളെപ്പറ്റി കടകടമ ചോദിക്കുമ്പോൾ തെരുവിൽ വെച്ചുണ്ടായ ഒരു ആക്രമണമായിരുന്നെന്ന് അവൻ പറയുന്നു. എന്നാൽ അയാൾക്കത് വിശ്വാസമായില്ല. ആ പെൺകുട്ടിയുടെ പേരിൽ വഴക്കുണ്ടായെന്ന് അയാൾ ചോദിച്ചു. ഷാഹിബെ, വേശ്യാലയത്തിൽ നമുക്കൊരു ജീവിത പങ്കാളിയെ കിട്ടില്ല. സ്വന്തം കൈകൊണ്ട് നീ തന്നെ നശിക്കുകയാണെന്നും അയാൾ പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഷാഹിബ് തല കുനിച്ചിരുന്നു. അയാൾ അപ്പുറത്തേക്കൊന്ന് മാറിയ തക്കത്തിന് അയാളുടെ പോക്കറ്റിൽ നിന്നും ഒരു താക്കോലെടുക്കുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സേഫിൽ നിന്നും എന്തോ ഒന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ നേരെ ചെല്ലുന്നത് ആ സൈറ്റിലേക്കാണ്. ചെന്നപാടെ ആദ്യം കാണുന്നത് സഹസംവിധായികയാണ്. നീ അവളെ കണ്ടോ? അവർ ചോദിക്കുന്നു. അതെ, ഞാൻ കണ്ടു. ശരിക്കും അവൾ അവിടെ ഉണ്ടായിരുന്നോ? അതേ ഇവരെ പേടിച്ചിട്ട് നീ പറയാത്തതാണോ? കണ്ടു എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നും പറഞ്ഞ് അവൻ നടന്നു. അങ്ങനെ പതിവ് പോലെ പിറ്റേന്ന് ഷൂട്ടിംഗ് തുടങ്ങി. ഷാഹിബ് ആരോടും മിണ്ടുന്നില്ല. അവൻ അവൻ്റെ ജോലി മാത്രം ചെയ്യുന്നു. അങ്ങനെ ഒരു സീൻ കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അഭിനേതാവ് സഹസംവിധായകൻ്റെ കയ്യിൽ ഒരു വള കൊണ്ടു കൊടുക്കുന്നു. ഇത് ആരുടെയാണെന്ന് അറിയാമോ? ഇത് സ്വർണ്ണമാണോ എന്നറിയാൻ എന്താ വഴി? ഇത് കണ്ട് ഷാഹിബ് ഇത് എവിടെ നിന്ന് കിട്ടിയാണെന്ന് ചോദിക്കുന്നു. ഇത് ആ വീടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയാണെന്ന് അയാൾ പറയുന്നു. അതെ, ഇത് ലതാൻ്റെ വല തന്നെയാണ്. അവൻ ആ വള കൊണ്ടുപോയി ഒരു ഒഴിഞ്ഞ മൂലയിൽ കുഴിച്ചിടുന്നു. അവൻ അവരുടെ പാചകപ്പുരയിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം അടുത്ത ഷോട്ട് അഭിനയിക്കുന്നു. ബ്രേക്കിനിടയിൽ ഷാഹിബിനെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. മറ്റാരുമല്ല, നമ്മുടെ കടക്കാരൻ തന്നെയാണ്. നീ മോഷണോ എന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാണ് കയറി വരുന്നത്. ഞാൻ ആ സേഫിൽ വിഷം സൂക്ഷിക്കുന്ന കാര്യം നിനക്ക് മാത്രമേ അറിയൂ. എന്തിനാ നീ അത് മോഷ്ടിച്ചത്? ഒറ്റ തുള്ളി മതി 100 പേരെ കൊല്ലാൻ. അത്രയ്ക്ക് മാരക വിഷമാണത്. നീ പോക്കറ്റ് കാണിക്കടാന്നും പറഞ്ഞ് ഷാഹിബിൻ്റെ പോക്കറ്റിൽ നിന്നും അയാൾ ആ കുപ്പി വലിച്ചെടുക്കുന്നു. കുപ്പി തുറന്നു നോക്കിയ ആൾ ഞെട്ടിപ്പോയി. ഈ വിഷം മുഴുവൻ നീ ആർക്കാടാ കൊടുത്തത്? ആരാടാ നീ കൊന്നത്? പറഞ്ഞു തീരും മുന്നേ ഷാഹിദ് അവനെ ആക്രമിക്കുന്നു. അയാളെ അവിടെ വെച്ച് കൊലപ്പെടുത്തുന്നു. ഒരു ഭ്രാന്തനെ പോലെ ഷാഹിബ് നടക്കുകയാണ്. അപ്പോഴേക്കും ആഹാരസമയമായി കഴിഞ്ഞു. എല്ലാവരും മേശയ്ക്ക് ചുറ്റിനും ആഹാരം കഴിക്കാനിരിക്കുകയാണ്. അവിടേക്ക് ഷാഹിബും പതുക്കെ നടന്നെത്തി. അവിടെ ഒരു സീറ്റിൽ ചെന്നിരുന്നു. അപ്പോഴേക്കും എല്ലാവരും കഴിച്ചു തുടങ്ങിയിരുന്നു. ആദ്യം ഒരാൾ കസേരയിൽ നിന്ന് ബോധം കെട്ട് വീഴുന്നു. അയാളുടെ പിന്നാലെ പലരും വീഴുന്നതായിട്ടുള്ള ശബ്ദം കേൾപ്പിക്കുന്നു. ഇവിടെ സിനിമ അവസാനിക്കുകയാണ്. അവനൊരു കൂട്ടക്കൊല തന്നെ അവിടെ നടത്തി. സിനിമയുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. കൂടുതൽ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.